അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇത് എൻ്റെ മോൾ ദക്ഷ. ഇത് ദശരഥ് മോനാണ്. ഇത് എൻ്റെ അച്ഛനാണ്, തങ്കച്ചൻ. ഞാൻ എൻ്റെ മോടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് ജനിച്ചപ്പോൾ ഹാർട്ടിനൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൂക്ക് 1 വയസ്സായപ്പോൾ അത് സർജിക്കൽ ക്ലോഷർ ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം എൻ്റെ മോടെ സൗണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ കരയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരി ഇതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹോദരി പറഞ്ഞു, നമുക്ക് നീ വിശ്വാസത്തോടെ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അമ്മ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ 24 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. അങ്ങനെ നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കൾ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 2ാമത്തെ പുതുക്കേണ്ട സമയമായപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൂട്ടി വന്ന് അച്ഛനെ കാണാനുള്ള അനുഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ അച്ഛനെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അച്ഛൻ കുഞ്ഞിന് സൈത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തേക്കുകയും കുഞ്ഞിന് കുരിശടയാളം വരയ്ക്കുകയും കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിയുന്തോറും കുഞ്ഞിൻ്റെ സൗണ്ട് കൂടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കൊണ്ട് കുഞ്ഞിന് പൂർണ്ണമായി സൗണ്ട് തിരിച്ചു കിട്ടി. അമ്മ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. 2ാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്നത് സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ 7 വർഷമായിട്ട് കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. അമ്മ മാതാവിൻ്റെ അടുക്കൽ വരികയും ഒരു സ്ഥലത്ത് തറക്കല്ലിടുന്നതും അവിടെ ഉപ്പ് വിതരണമെന്നും ഉടമ്പടി ഉപ്പ് വിതരണമെന്നും എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ഞങ്ങളൊരിക്കലും ഒരു സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വീടുകൾ കാണുകയും അത് വാങ്ങണം, ഇനി നമുക്ക് വെക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് വീടുകൾ പോയി കാണുകയും പക്ഷെ ഞങ്ങൾക്കത് വാങ്ങാനുള്ളൊരു അനുഗ്രഹം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഏത് സ്ഥലമാണോ കണ്ടത് ആ സ്ഥലം എനിക്ക് അവിടെ വീട് വെക്കാൻ തറക്കല്ലിടാനും അതുപോലെ തന്നെ ഉടമ്പടി വസ്തു അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ വിതറുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ഈ വർഷത്തെ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്കൂട്ടറിൽ നിന്നും വീണ് എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി എന്നെയും കൂട്ടി ഒന്ന് പറഞ്ഞു, നമുക്ക് നടക്കാം, നമുക്ക് അമ്മ മാതാവിൻ്റെ നമുക്ക് അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നമുക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി റാലിയിൽ പല സ്ഥലങ്ങളിലും ഇരുന്നും നിന്നുമൊക്കെയാണ് ഞങ്ങൾ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്തത്. അന്ന് രാത്രി എനിക്ക് നല്ല വേദനയായിരുന്നു കാലിന്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി അമ്മ സൗഖ്യം തന്നു. അമ്മ മാതാവിന് ഈശോ തമ്പുരാനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ കൊടാനുകൂടിയും നന്ദി ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഞാൻ പത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകുകയും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ അവിടെയുള്ള രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് എന്നാലാവുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു. കൂടാതെ സ്നേഹസദനങ്ങൾ സന്ദർശിക്കുകയും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെ ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ അമ്മ മാതാവും ഈശോയും എനിക്ക് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ രാവിലെയും 5:30 പ്രാർത്ഥനയും അതുപോലെ സന്ധ്യാപ്രാർത്ഥനയും ഒരിക്കലും മുടക്കിയിട്ടില്ല. എന്നും പ്രാർത്ഥിക്കുകയും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയും അമ്മ മാതാവിൽ വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ മാതാവ് നമ്മുടെ ഒരാവശ്യങ്ങൾ തള്ളിക്കളയില്ല. ഇനിയും ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവിൽ വിശ്വസിച്ചുകൊണ്ട്
ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനുള്ള അനുഗ്രഹം, ഈശോതമ്പുരാനുള്ള അനുഗ്രഹം തരുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46 1-ാം വചനമാണ്. ദുഃഖങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും വരുമ്പോൾ നമുക്ക് അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് കൃപാസനത്തിലെ അമ്മയുടെ ഈ ആലയം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും ദൈവമാണ് നമ്മുടെ ശക്തി, നമ്മുടെ അഭയം, നമ്മുടെ കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള സഹായവുമായി ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവാനുഭവമായ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ധന്യാമോൾ തങ്കച്ചൻ എന്ന മകളുടെ സാക്ഷ്യത്തിലും നമ്മളിതാണ് കാണുന്നത്. മോളുടെ ആരോഗ്യ പ്രശ്നം കാരണമാണ് സർജിക്കൽ ക്ലോഷർ ചെയ്തപ്പോഴത്തേനുണ്ടായ ശബ്ദം പോയപ്പോഴത്തേന് ഈ മകൾക്ക് വേണ്ടിയാണ് ഈ ധന്യമോൾ ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തിയത്. ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈ മകളുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ 3 മാസം പ്രാർത്ഥിച്ചതിന് ശേഷം 1-ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. അച്ഛൻ ബ്ലെസ്സിങ് ചെയ്തു പ്രാർത്ഥിച്ച് സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഈ കൊച്ചുമകളുടെ ജീവിതത്തിലേക്ക് അവളുടെ ശബ്ദം തിരിച്ചു കിട്ടിയത്. നമ്മളെപ്പോഴും കേൾക്കുന്ന പോലെ അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ആ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിൽ, അച്ഛൻ ചൊല്ലിയിട്ടുള്ള ജപമാല ജീവിതത്തിൽ, അച്ഛൻ നയിച്ച പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ആ അനുഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടി അച്ഛൻ ഷെയർ ചെയ്തു തരുന്നത്. അച്ഛൻ്റെ ആ ബ്ലെസ്സിങ്ങിലൂടെയാണ് ഈ മകൾക്ക് ആ സൈത്ത് പൂശി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് ആ രോഗശാന്തി കിട്ടിയത്. അവർ ഈശോയ്ക്കും അമ്മയ്ക്കും അതിന് നല്ലൊരു നന്ദിയാണ് പറയണത്. ആ ശബ്ദം ആ മകൾ ഇവിടെ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് ഈ മകളെയും കൂട്ടി ഈ ധന്യമോൾ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നീട് നിയോഗമായിട്ട് വെച്ചിരുന്ന ഒരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. തറക്കല്ലിട്ടപ്പോൾ ഈ മകൾ അതിനിടുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് ഒരു സ്വപ്നത്തിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തത്. അമ്മ തന്നെ കാണിച്ചു കൊടുത്തു. ആ സ്വപ്നത്തിൽ കണ്ട സ്ഥലം തന്നെയാണ് പിന്നീട് ഇവർ മേടിച്ചതും അവിടെ ആ വീടുണ്ടാക്കാനും ഭവനം ഉണ്ടാക്കാനും ഇപ്പോഴാ പണി നടന്നുകൊണ്ടിരിക്കാനും അമ്മ സഹായിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിൽ വന്നപ്പോൾ ഈ മകൾക്ക് നടന്നും ഇരുന്നും ബുദ്ധിമുട്ടിയാണ് അഖണ്ഡ ജപമാല പൂർത്തിയാക്കിയത്. അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ നല്ല വേദനയായിരുന്നു. പിറ്റേ ദിവസം മുതൽ വേദന എവിടെ പോയി എന്നറിയില്ല എന്നാണ് പറഞ്ഞത്. ഓരോ ത്യാഗം നമ്മൾ സഹിക്കുമ്പോഴും ഓരോ പ്രാർത്ഥനയായിട്ട് നമ്മൾ കരഞ്ഞു വന്ന് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മളെ തള്ളിക്കളയില്ല എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ കൺക്ലൂഡ് ചെയ്തത്. ആ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം ഈശോയുടെ അമ്മയ്ക്കും വിട്ടുകൊടുത്തിട്ട് നമുക്കും ഇങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിനായി പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മെ തള്ളിക്കളയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ധന്യമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ കൊച്ചുമോൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തിനും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത ഉടനെയാണ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിൽ കടന്നു എന്ന് ഈ മോൾക്ക് ശബ്ദം നൽകിയത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.